ആദ്യമായി ശ്രീനാരായണ സന്ദേശവും ദർശനവുമൊക്കെ എനിക്ക് പറഞ്ഞു തന്ന, എന്നെ പഠിപ്പിച്ച എൻ്റെ ആദരണീയനായ ഗുരുനാഥൻ ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം എത്ര നമ്മുടെ ശ്രീനാരായണ ഭക്തർക്ക് അറിയാമോ എന്നെനിക്കറിയില്ല, ഇന്ന് ലോകത്ത് ആത്മോപദേശ ശതകത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രഭാഷണങ്ങളിൽ ലോകം കാതോർത്ത് കേൾക്കുന്നത് ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികളുടെ പ്രഭാഷണ പരമ്പരകളാണ്. അത് കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ആത്മോപദേശം ശതകം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒരുമയുടെ സന്ദേശം നൽകുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലോകത്ത് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഈ 138ാം പ്രതിഷ്ഠ ആഘോഷിക്കുന്ന ഒരു വേള ചരിത്രത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു കാലഘട്ടമാണ്. കാരണം ഇതിനു മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ഇഹലോക വാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ദൂതുകൾക്കും ഇത്രയും ആഗോളതലത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടമില്ല. ഇന്ന് നമ്മുടെ ലോകത്തുള്ള കാലുഷ്യത്തിൻ്റെ എത്രമാത്രം വലുതാണ് എന്നൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ കാലുഷ്യത്തിൻ്റെ ഇടയിൽ, ആ വിഭാഗീയതയുടെ ഇടയിൽ എല്ലാവരെയും ചേർത്തിണക്കുന്ന ഒരു കൈക്കുമ്പിളിൽ എന്ന പോലെ മനുഷ്യരാശിയെ മുഴുവൻ ചേർത്തിണക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള, തേജസ്സുള്ള, ഓജസ്സുള്ള ദർശനമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളാണ് എന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു കാലയളവാണ്. നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രബലമായ മതവിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മതവിഭാഗമാണ്. എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. ലോകത്തുള്ള ക്രിസ്ത്യാനികളുടെ അവതാര പുരുഷൻ എന്ന് പറയുന്നത് ആ മാർപ്പാപ്പ, അദ്ദേഹം ഈ കഴിഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഗുരുദേവൻ്റെ പ്രഭാഷണങ്ങളും ആ പ്രഭാഷണങ്ങളെ അനുബന്ധിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുമെല്ലാം അദ്ദേഹം വിളിച്ചു വരുത്തി, അത് പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം നമ്മുടെ ശ്രീനാരായണ ധർമ്മയോഗത്തിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള സന്യാസി വര്യന്മാരെ എല്ലാം അദ്ദേഹത്തിൻ്റെ കത്തീഡ്രലിൽ വിളിച്ചു വരുത്തുകയുണ്ടായി. സാധാരണഗതിയിൽ നമ്മൾ ടി വിയൊക്കെ കാണുമ്പോൾ അറിയാം, പോപ്പ് നമ്മുടെ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളോട് സംസാരിക്കുന്നത് അദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ കിളിവാതിൽ കൂടിയാണ്. നേരിട്ടുള്ള ദർശനം അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾക്കുമില്ല. പക്ഷേ നമ്മുടെ യോഗത്തിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള സന്യാസി വര്യന്മാർ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയപ്പോൾ അദ്ദേഹം നേരിട്ട് അവരെ കാണുകയും അദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രസംഗം അവരുടെ മുമ്പിൽ പ്രസംഗിക്കുകയും ചെയ്തു. ആ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗമെന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ, ഇന്ന് ലോകത്ത് സമാധാനവും സന്തോഷവും പുലരുവാൻ ലോകത്താകമാനമുള്ള ജനം ഹൃദയത്തോട് ചേർത്തു പിടിക്കേണ്ടത് ഗുരുദേവ ദർശനങ്ങളാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ലോകത്തിൻ്റെ മാർപ്പാപ്പയാണ്. അവിടെയും തീർന്നില്ല, നമ്മളെല്ലാവരുടെയും സ്വപ്നമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന സന്യാസി വര്യന്മാരെ വിളിച്ചു വരുത്തി അവരൊരു ഫാക്കൽറ്റി തുടങ്ങാൻ പോവുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ സഞ്ചാരപഥങ്ങളെയും സംബന്ധിച്ചിട്ട് ഒരു ഫാക്കൽറ്റി തുടങ്ങുവാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു ഫാക്കൽറ്റി നമ്മുടെ പ്രബലമായിട്ടുള്ള പല മതങ്ങൾക്കും ഇല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുകയാണ്. അവിടെയും തീർന്നില്ല, നമ്മുടെ ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമെന്ന് പറയുന്ന ആസ്ട്രേലിയ ഉണ്ട്. ആ ആസ്ട്രേലിയൻ പാർലമെന്റിൽ ഗുരുദേവനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അവിടെ അവർ മാത്രമല്ല, 16 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ അവിടെ പങ്കെടുപ്പിച്ചു. ആ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അതും അവിടെയും നിന്നില്ല, അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ആസ്ട്രേലിയൻ പാർലമെന്റ് ഒരു സ്റ്റാമ്പ് ഇറക്കുവാൻ തീരുമാനിച്ചു. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗുരുദേവന്റെ മഹത്വവും ഉന്നത ശീർഷത്വവും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിനെ സന്ദർശിച്ചിട്ട് 3 ആളുകളുടെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന്, ഋഷ്യതുല്യനായ കവി എന്ന് പറയുന്നത് ഡോക്ടർ രവീന്ദ്രനാഥ ടാഗോർ. 1913 അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. ആ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ലോകം ആദരിക്കുന്ന ശ്രീ രവീന്ദ്രനാഥ ടാഗോർ
ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ശിവഗിരി കുന്നിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം ബന്ധപ്പെട്ടത് നടരാജ ഗുരുവിനെയാണ്. എനിക്ക് അദ്ദേഹത്തിനെ കാണണം. ഒരു പ്രാവശ്യം അദ്ദേഹം വരാൻ തയ്യാറായപ്പോൾ അദ്ദേഹം രോഗബാധിതനായി. അങ്ങനെ അതിനുശേഷം 1922 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം എല്ലാം കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം 1922 നവംബർ മാസം 15 അദ്ദേഹം ഗുരുവിനെ കാണുവാനായിട്ട് അദ്ദേഹം നമ്മുടെ ശിവഗിരിയിലെത്തി. അവർ തമ്മിൽ കണ്ടപ്പോൾ അതിന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ തമ്മിൽ വലിയ സംഭാഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ധ്യാനനിരതനായി കണ്ണുകളിൽ നോക്കി ശ്രീനാരായണ ഗുരുദേവനും രവീന്ദ്രനാഥ ടാഗോറും നേർ നിന്നു. അതിനുശേഷം ശ്രീ രവീന്ദ്രനാഥ ടാഗോർ ആ ശിവഗിരിയിലെ സന്ദർശന ബുക്കിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ ത്രൂ ഔട്ട് ദ വേൾഡ്. ഐ ഹാഡ് ദ ഫോർച്യൂൺ ടു മീറ്റ് ഗ്രേറ്റ് സന്യാസീസ് ആൻഡ് മഹർഷീസ്. ബട്ട് ഐ ഫ്രാങ്ക്ലി അഡ്മിറ്റ് ദാറ്റ് I had never seen a person with such spiritual attainment like നാരായണ ഗുരു ഓഫ് മലയാളം. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും സഞ്ചരിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട് ഋഷ്യവര്യന്മാരെയും സന്യാസിമാരെയും കാണുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആധ്യാത്മികതയിൽ ശ്രീനാരായണ ഗുരുദേവനേക്കാൾ വലിയ ഒരാളിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിനോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയുന്ന ആധ്യാത്മിക സിദ്ധിയുള്ള ഒരാളിനെ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് നമ്മൾ പലരും സൗകര്യപുരം മറക്കുന്ന ഒരു സന്ദർശനമാണ്. അത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ വേളയിൽ അദ്ദേഹത്തിനെ കാണുവാനായിട്ട് എത്തി. അത് മറ്റൊരുമല്ല, ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം നയിച്ചിട്ടുള്ള സവർണ ജാഥ തലസ്ഥാന നഗരിയിൽ എത്തിയപ്പോൾ അതിന് സ്വീകരണം കൊടുത്തത് ശിവഗിരി കുന്നിലാണ്. അവര് 1924 നവംബർ മാസം 1 വൈക്കത്ത് നിന്ന് അവർ ആ ജാഥ ആരംഭിച്ചത്. NSSന്റെ അംഗങ്ങൾ, അന്ന് അതിന് നേതൃത്വം കൊടുത്തത് NSSന്റെ ജനറൽ സെക്രട്ടറി, അതിന്റെ കമാൻഡർ ആയിരുന്നിട്ടുള്ള ശ്രീ മന്നത്ത് പത്മനാഭനാണ്. അവർ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്: മരണത്തെക്കാൾ ഭയാനകം തീണ്ടൽ പലക നിൽക്കുന്നത് കാണുമ്പോൾ. അതാണ് അവർ വിളിച്ചൊഴിച്ച മുദ്രാവാക്യം. തീണ്ടൽ പലക നമ്മുടെ വഴിയോരങ്ങളിൽ നിൽക്കുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മരണത്തെക്കാൾ ഭയാനകമായിട്ടാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞത്. നമ്മുടെ ഭരണഘടന വന്നിട്ടില്ല, തീണ്ടൽ നിയമം മൂലം ഇല്ലാതാക്കിയിട്ടില്ല. അന്ന് ശ്രീനാരായണ ദർശനങ്ങളുടെ ശക്തി അറിഞ്ഞുകൊണ്ട് മുഴുവൻ സമൂഹവും ഉയർത്തെഴുന്നേറ്റ് ഒരു മനസ്സോടുകൂടി നടത്തിയിട്ടുള്ള സമരമായിരുന്നു വക്കം സത്യാഗ്രഹം. ആ വക്കം സത്യാഗ്രഹത്തിന്റെ പ്രോക്താവ് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. അവരെത്തി ശിവഗിരി കുന്നിലെത്തി. ശ്രീ ഗുരുദേവൻ അവരെ സ്വീകരിച്ചു. അവർ നടത്തിയിട്ടുള്ള ജാഥയ്ക്ക് നന്ദി പറഞ്ഞു. അതും ചരിത്രമാണ്. മൂന്നാമത്തെ ഒരു ചരിത്രത്തിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ. ഗാന്ധിജിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച. അത് 1925 ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ മഹാത്മാഗാന്ധിജി ശിവഗിരി കുന്നിലെത്തിയത്. അദ്ദേഹത്തിന് ഒരു വലിയ സംശയമുണ്ടായിരുന്നു. ഈ ജാതി വ്യവസ്ഥയിൽ ഒരു സത്യമില്ലേ? അത് ഒരു ഡിവിഷൻ ഓഫ് ലേബർ, ജോലി സംബന്ധമായിട്ടുള്ള വേർതിരിവിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതായിട്ടുണ്ടോ? അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഗുരുദേവനെ കണ്ടപ്പോൾ ചോദിച്ചത്, ഈ നമ്മുടെ ജാതി വ്യവസ്ഥയ്ക്ക് നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഗുരുദേവൻ പറഞ്ഞു, ഞാൻ ആധികാരികമായി പറയുന്നു, ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദു ഗ്രന്ഥങ്ങൾ എടുത്തിരുന്നാലും, നമ്മുടെ വേദങ്ങൾ എടുത്താലും, ഉപനിഷത്തിലെടുത്താലും, ശ്രുതികൾ എടുത്തിരുന്നാലും ജാതി വ്യവസ്ഥയ്ക്ക് അതിൽ അടിസ്ഥാനമില്ല. അപ്പോൾ ഗാന്ധിജി തിരിച്ചു ചോദിച്ചു, ഈ മരമുണ്ടല്ലോ, ഈ മരത്തിലെ ഇലകളെല്ലാം വ്യത്യസ്ത രൂപമല്ലേ? അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, അങ്ങ് ഏതെങ്കിലും ഒരു 2 ഇല എടുത്ത് ഭക്ഷിച്ചു നോക്കൂ, അതിൽ രുചിയിൽ വ്യത്യാസമുണ്ടോ? ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ എല്ലാം ആന്തരിക ഉണ്മയായിട്ടുള്ള ജീവന്റെ തുടിപ്പ് ഒന്നു മാത്രമാണ്. അവിടെ ജാതിയില്ല, മതമില്ല. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകുവാനുള്ള കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ആ എക്സ്പ്ലനേഷൻ ആയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നവോത്ഥാനം ഉണ്ടായിട്ടുണ്ടോ, അന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ ആ ദർശനങ്ങൾ മുഴുവൻ സമൂഹവും അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ്. അത്തരത്തിൽ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗുരുദേവ ആ സന്ദേശങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുവാനുമായിട്ട് ഈ സമൂഹം ജാതിക്കും മതത്തിനും അതീതമായി ഒറ്റക്കെട്ടായി ആ ദർശനങ്ങളുടെ ലോകത്താകമാനം അംഗീകരിച്ച ദർശനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ഈ അസുലഭമായ നിമിഷം എൻ്റെ ജീവിതത്തിൻ്റെ അസുലഭ ഭാഗ്യമായി കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായി.